ഞാൻ അവരെ കാണുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ അവർ നിങ്ങളെ കാണുന്ന മകളായിട്ടോ അനിയത്തിയായിട്ടോ സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ കാണും. അതാണ് അവരുടെ വ്യത്യാസം. ഞാനടക്കമുള്ള ഒത്തിരി പേര് ഏത് പാദയാത്രയും എല്ലാ സമയത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KSRTC യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേയൊക്കെ ശരിക്കും നല്ലൊരു ടോയ്ലറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലും ബസ്സിൽ ഗൂഗിൾ പേ ഇല്ലാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും നല്ല പെരുമാറ്റം ഇന്ന് സത്യം പറഞ്ഞാൽ KSRTCയിലുള്ള എല്ലാ ജീവനക്കാരും നമ്മോട് ബിഹേവ് ചെയ്യുന്ന അത്രയും നല്ല രീതിയിലാണ്. കാരണം മുന്നേക്ക് KSRTCക്ക് എവിടെയാണോ സ്റ്റോപ്പ് അവിടെ നമ്മൾ ഇറങ്ങിപ്പോഴുന്ന അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ചേട്ടൻ എവിടെ നിർത്തിയതിലൂടെ ചോദിക്കാനുള്ള മടിയുണ്ട്, എവിടെ നിർത്തുന്നു അവിടെ ഇറങ്ങാനുള്ള ഒരു അങ്ങനെ രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഏത് പാരത്തിന് എനിക്കിവിടെ ഇറങ്ങണമെന്ന് പറയാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ സാറാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. അതിന് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അത് പറയുന്നത്. എനിക്കിവിടെ ഒത്തിരി നന്ദി എനിക്ക് അതിന് പറയാനുണ്ട് സാർ. ആളുകളോട് ജീവനക്കാർ നന്നായി പെരുമാറുമ്പോൾ മന്ത്രി അവരോട് ഞാൻ അവരെ കാണുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ അവർ നിങ്ങളെ കാണുന്ന മകളായിട്ടോ അനിയത്തിയായിട്ടോ സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ കാണും. അതാണ് അവരുടെ വ്യത്യാസം. ആ വന്ന വ്യത്യാസം മാറ്റം എന്ന് പറയുന്നത് അവരെ ഞാൻ സഹോദരങ്ങളായി കാണുന്നു, നിങ്ങളെ അവർ സഹോദരങ്ങളായും മക്കളായും കാണുന്നു. അതാണ് പെൺകുട്ടികളൊക്കെ സുരക്ഷിതമായി അവർക്കുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും സാർ സത്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനൊക്കെ മണിക്കൂറുകളോളം AC വെയിറ്റിംഗ് ഹാളിലിരുന്ന് വെയിറ്റ് ചെയ്യുകയും പാതിരാത്രിക്ക് 2 മണിക്കും 3 മണിക്കൊക്കെ KSRTCയിനോട് എല്ലാവരും ചോദിക്കും വണ്ടി എടുത്തിടെ ഒരു കാർ എടുത്തില്ല. പക്ഷെ KSRTCയിൽ ഇത്രയും അധികം സംവിധാനങ്ങൾ ദിനം പ്രതി സാർ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഒരു വണ്ടിയുടെ ആവശ്യം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് സത്യം ഒരുപാട് സന്തോഷം അതോട് പറയാൻ സാധിച്ചതിൽ.